ഹലോ ഗായ്സ്, എൻ്റെ പേര് അനിരുദ്ധ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പണിക്ക് പോവാണ്. നമ്മുടെ ആശാൻ്റെ കൂടെ ആ സൈറ്റിലേക്ക് തന്നെ അവിടെ വേറെ പെൻഡിങ് ആയിട്ട് അങ്ങനെ വേറെ പണിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ പിന്നെ വേറൊരു വിശേഷം കൂടി ഉണ്ട്. ചെറിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ എൻ്റെ പെറ്റുണ്ടായിരുന്നല്ലോ, ക്രൂസ്. അവൻ പോയി. അവൻ നമ്മളെ വിട്ട് പോയി. ഒരു 5 ദിവസമായി. നമ്മൾ പിന്നെ അവനൊരു പെറ്റായിട്ടില്ലല്ലോ കണ്ടത്. നമ്മൾ വീടിനകത്ത് അയച്ചു വിട്ട് വീടിനകത്ത് കെട്ടിയിട്ടിട്ട് കൂടൊന്നും ഇല്ലാണ്ട് വളർത്തിയതാണ്. നമ്മൾ പെറ്റായിട്ടില്ല കണ്ടത്. നമ്മുടെ വീട്ടിലൊരാൾ എന്നുള്ളൊരു സെറ്റപ്പിലാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് വീട്ടിൽ അമ്മയ്ക്കായാലും അച്ഛനായാലും ഭയങ്കര സങ്കടമൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പോയി. പക്ഷെ അവന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് വീട്ടിലില്ല. അവന്റെ പ്രസൻസ് ഇല്ല നമുക്ക്. അതായത് അവന്റെ ഈ ഒരു സൗണ്ട് ഉണ്ടാക്കും. അവൻ ഇങ്ങനെ ഈ കുറച്ച് എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണ സെറ്റപ്പ് ഇല്ല. പിന്നെ അവന്റെ ചങ്ങലയില് ഉണ്ടാവും. അവൻ അഴിച്ചു വിട്ടാലും ചങ്ങല ഉണ്ടാവും അവന്റെ കഴിച്ചിട്ട്. അപ്പൊ അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോ ചങ്ങലയുടെ ഒരു സൗണ്ട്. പിന്നെ അവന്റെ കുറെ കുസൃതികൾ, അതൊക്കെ നമ്മള് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കറണ്ട് വീട്ടിലിപ്പോ കുറച്ച് ദിവസമായിട്ട് 5 ദിവസമായിട്ട് വലിയ ഓളിയും ബഹളോ ഒരു സന്തോഷമോ ഒന്നുമില്ല ഇവിടെ. ഒരു മരിച്ച വീട് പോലെയാണ് ഇപ്പോൾ ഒരു 5 ദിവസമായിട്ട്. എങ്ങനെയാണ് നമ്മളവനെ അവിടെ സൈഡിൽ കുഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അവനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും അവിടെ കുറച്ചു നേരം അവരിരുത്തി. അവിടെ ഒരു 1.5 മണിക്കൂറൊക്കെ അവിടെ ആള് ഒരു കുഴപ്പമില്ലാണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് അറ്റാക്ക് പോലെ വന്നത്. പെട്ടെന്ന് അറ്റാക്ക് പോലെ വന്നു. അങ്ങനെ പോയതാണ്. ഒരു 3 മണി നേരം വരെയൊക്കെ ഇവിടെ ഇരുന്നു പുലർച്ച. ഇനി കുറച്ചു നേരം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉമ്മർത്ത് കിടത്തി കുഴി കുഴിക്കാൻ സമയമാണല്ലോ. കുഴി കുഴിക്കും. നമ്മുടെ പിള്ളേര് സുഹൃത്ത് ടോർക്ക്, അക്കു വന്നു. പിന്നെ ചക്കര, എബിൻബാബു, ഇങ്ങനെ ഇവരൊക്കെ വന്ന് കുഴിയൊക്കെ കുഴിച്ചു. അവരാണ് വന്നിട്ട് നേരത്ത് സമയം നോക്കിയൊന്നുമില്ല. ഒരു 3:30 തൊട്ട് വന്നിട്ട് അവര് കുഴിയൊക്കെ കുഴിച്ച് അവര് സെറ്റാക്കി. നമ്മൾ കൊണ്ട് അവിടെ ആക്കി ക്രൂസിനെ. ഞാൻ പിന്നെ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോ വീടിൻ്റെ അവിടുത്തെ ഒരു ചേട്ടൻ മേടിച്ചത് പോലെ ലാപ്പിന് മേടിച്ചു. ഞാനൊന്ന് പഠിക്കാണ്. വീട്ടിൽ വന്നപ്പോ വീട്ടുകാർ പറഞ്ഞു നമുക്ക് പറ്റില്ല ഇപ്പൊ പറഞ്ഞു. അപ്പോൾ ഞാൻ വർക്കിനൊക്കെ ഇറങ്ങി തുടങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചതാണ് അവനെ. നല്ല ആഗ്രഹം കൊണ്ട് ഞാനായിട്ട് എൻ്റെ ഇഷ്ടത്തിന് മേടിച്ച ഒരാളാണ് ക്രൂസ്. ഇവരാരും ഇങ്ങനെ ഫോഴ്സ് ചെയ്യും, ഇവർ പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ദിവസം രാത്രി വന്നിട്ട് അമ്മോട് പറഞ്ഞു ഇങ്ങനെ മേടിക്കുകയാണ് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ മേടിക്കുകയാണ്. അപ്പോൾ എൻ്റെ വേറ്റത്തെ കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്, ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച. അവൻ ഇതേപോലത്തെ പരിപാടി ഉണ്ട്, സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും വിഷമവും സങ്കടമൊക്കെ വീട്ടുകാർക്കാണ്. അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. വല്ലാണ്ട് ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസം ഉണ്ടാവും, അതിന് ശരിയാവും. പെട്ടെന്ന് ഒരാൾ പോലെ വിട്ടത്. പിന്നെ അതിൻ്റെതായൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ വേറെ പുറത്ത് പോകുമ്പോൾ വേറെ ഡോഗ്സിനെ ഉണ്ടായത് ലാബിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ലാത്ത കാരണം സംഭവം 5 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെയാണ്. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇനിയിപ്പോൾ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ നമ്മുടെ അക്കൗണ്ട് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം 500 ആക്കണം. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. അപ്പം അതുവരെ ഞാൻ നിർത്താണ്ട് വീഡിയോ ഇടും. അതിനിടയ്ക്ക് പ്രശ്നമായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച പോണത്. അപ്പോൾ ബുധനാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, സൺഡേ ആകുമ്പോൾ ക്രൂസിനെ കൊണ്ടുവന്ന് നമുക്ക് ബീച്ചിൽ പോവാം. നമുക്കൊന്ന് ബീച്ചിൽ പോവാം. കാറുണ്ട്, കസിൻ്റെ കാറുണ്ട്. അവൻ്റെ കാറും കൊണ്ട് നമുക്ക് ബീച്ചിൽ ക്രൂസിനെ കൊണ്ടുപോകാം. കുറേ നാളായിട്ടുള്ള ആഗ്രഹം അത്. കുറേ നാളെന്ന് പറഞ്ഞാൽ മാസങ്ങളായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പൂമല ഡാമിൽ കൊണ്ടുപോയിട്ടുണ്ട് ക്രൂസിനെ. പക്ഷേ ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ല. ബീച്ചിൽ കൊണ്ടുപോകുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ബീച്ചിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. അത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് അവനെ ബീച്ചിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതായത് മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ടുള്ള ആഗ്രഹം. പക്ഷെ ഓരോ കാരണങ്ങൾ കാരണം എനിക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു. പൈസയില്ല, സമയമില്ല, വണ്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഈ മാറ്റി വയ്ക്കേണ്ടി വന്നു. പക്ഷേ
ഇതൊക്കെ ഉണ്ടായപ്പോൾ അവനുമില്ല. അതുണ്ടായി. ഇങ്ങനെ വല്ല പെറ്റിനെ വല്ലവരും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുറത്തു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാം. നമുക്കത് ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് അങ്ങനെ പോകുന്നില്ല. ഇങ്ങനെ മനസ്സിലങ്ങനെ കിടക്കുക, നീ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല. അത് മനസ്സിലൊരു നീറ്റല് പോലെ അങ്ങനെ കിടക്കും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെറ്റിനോണ്ട് എങ്ങനെയും പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാം. നമുക്ക് സമയം, പൈസ ഇല്ല, സൗകര്യമില്ല വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പെറ്റ് കൂടെ ഉണ്ടായിരുന്നു വരില്ല. ഇതിപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഇത്രയും നാളത് മാറ്റി വെച്ച് വന്നിട്ട് അപ്പോൾ എനിക്ക് സമയവും പൈസയും കാര്യങ്ങളൊക്കെ റെഡി, വണ്ടിയൊക്കെ അവൻ തരാൻ പറഞ്ഞു. പക്ഷേ അവല്ലേ ക്രൂസില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് നമ്മുടെ ക്രൂസൊക്കെ കുഴിച്ചിട്ടത്. വീടിൻ്റെ സൈഡ് ഇവിടെ കുഴിച്ചിട്ടു. അപ്പം ഇനി വേറൊന്നുമില്ല, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ പണി സൈറ്റിൽ പോയിട്ട് കാണിക്കാൻ ബാക്കി കാര്യങ്ങൾ. ഗായ്സ്, ഇന്ന് പണിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് മഴ ആയതുകൊണ്ട് നാളെ പോകണ്ടെന്ന് പറഞ്ഞു. മഴ ചെയ്ത് നമുക്ക് പണിയാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ വെറുതെ വർത്തമാനം പറഞ്ഞത് തന്നെയാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ക്രൂസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അത് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും താങ്ക് യു.